മില്യണയർ ഫാസ്റ്റ് ലെയ്ൻ എന്ന എം.ജെ. ഡെമാർക്കോയുടെ പുസ്തകം ധനസമ്പാദനത്തിന്റെ ആധുനിക മാർഗങ്ങളെ വിശകലനം ചെയ്യുന്ന ഒരു പ്രഭാഷണ പുസ്തകമാണ്. സമ്പദ്വ്യവസ്ഥയിൽ കൈവരിക്കാനാകുന്ന സാമ്പത്തിക സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സമ്പന്നതയിലേക്കുള്ള പരമ്പരാഗത മാർഗങ്ങളുടെ പരിമിതികളെയും ഈ പുസ്തകം ചർച്ച ചെയ്യുന്നു. സ്ലോ ലെയ്ൻ എന്നത് സാധാരണ പദവികളിൽ നിന്ന് വിരമിച്ച് സമ്പന്നമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള പതുക്കെയുള്ള മാർഗമാണ്. എന്നാൽ ഫാസ്റ്റ് ലെയ്ൻ ഇതിന്റെ പ്രതിപക്ഷം, വേഗത്തിൽ സാമ്പത്തിക നേട്ടം കൈവരിക്കാനുള്ള തന്ത്രശാലിയായ സമീപനം. പുസ്തകം ആധികാരികമായി 3 വ്യത്യസ്ത ജീവിത പാതകളെ വിശകലനം ചെയ്യുന്നു: ഫോർകാസ്റ്റ് ലെയ്ൻ, സ്ലോ ലെയ്ൻ, ഫാസ്റ്റ് ലെയ്ൻ. ഫോർകാസ്റ്റ് ലെയ്ൻ ഒരു ദാരിദ്ര്യകേന്ദ്രമായ നിലപാടാണ്, സ്ഥിരവരുമാനമോ നിക്ഷേപമോ ഇല്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരുടെ സ്ഥിതി. സ്ലോ ലെയ്ൻ മുഖ്യധാരാ വിദ്യാഭ്യാസവും കരിയറുമായും ചെറിയ തുക സൂക്ഷിച്ചും നിക്ഷേപിച്ചും ജീവിതാന്ത്യത്തിൽ സമ്പത്ത് കൈവരിക്കാൻ ശ്രമിക്കുന്നവരുടെ പാതയാണ്. എന്നാൽ ഫാസ്റ്റ് ലെയ്ൻ ധനസമ്പാദനത്തിന്റെ തൃക്കലിയുള്ള മാർഗങ്ങളെ പരിഗണിക്കുന്നു. സംരംഭകത്വവും വ്യത്യസ്തതയുമാണ് ഇതിന്റെ പ്രധാന ഓജസ്. എം.ജെ. ഡെമാർക്കോ ഫാസ്റ്റ് ലെയ്ൻ എന്ന ആശയത്തിൽ സംരംഭകത്വത്തിന്റെ പ്രാധാന്യം, വിപണിയിലെ ആവശ്യങ്ങൾ മനസ്സിലാക്കുന്ന കഴിവ്, ആവശ്യത്തിന് പ്രാപ്തമായ ഉദ്ഭവങ്ങളിലേക്ക് നിക്ഷേപം കൊണ്ടുവരുന്നത് എന്നിവയെ ഉയർത്തിക്കാട്ടുന്നു. സാധാരണ ജീവനക്കാരുടെ ശമ്പള ആശ്രിത ജീവിതത്തിനെതിരെ ധനസമ്പാദനത്തിനായി ബിസിനസ് മോഡലുകളും പാസീവ് ഇൻകം സ്രോതസ്സുകളും വികസിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങളെ ഡെമാർക്കോ വിശദീകരിക്കുന്നു. സമ്പന്നതയിലേക്ക് ഒരു വേഗപാതയുണ്ട്, അതിൽ നിങ്ങൾ സഞ്ചരിക്കാൻ ധൈര്യശാലിയായിരിക്കണം എന്ന് ഈ പുസ്തകം പാഠകരോട് ശൂന്യതയോടെ പറയുന്നു. ഈ പുസ്തകം ചെറുപ്പക്കാരിലും സമ്പദ്വത്തിന് ആഗ്രഹമുള്ളവരിലും ആത്മവിശ്വാസവും പ്രചോദനവും വളർത്തുന്ന ഒരു മാർഗദർശകമാണ്. ജീവിക്കുക, സ്വപ്നം കാണുക, സൃഷ്ടിക്കുക എന്ന ആശയത്തിലൂടെ ദ്രുതഗതിയിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാമെന്ന് ഡെമാർക്കോ തെളിയിക്കുന്നു. എം.ജെ. ഡെമാർക്കോയുടെ ദ മില്യണയർ ഫാസ്റ്റ് ലെയ്നിലെ 18 അധ്യായങ്ങളുടെ ഒരു ലിസ്റ്റ് ഇതാ: 1. വലിയ വഞ്ചന. 2. ദരിദ്രർ യഥാർത്ഥത്തിൽ എങ്ങനെ സമ്പന്നരാകുന്നു. 3. സമ്പത്തിലേക്കുള്ള വഴിമാപ്പുകൾ. 4. ഏറ്റവും കൂടുതൽ സഞ്ചരിച്ച റോഡ്. 5. ദി സൈഡ്വാക്ക് റോഡ് മാപ്പ്. 6. സ്ലോ ലെയ്ൻ റോഡ് മാപ്പ്. 7. ക്രിമിനൽ ട്രേഡ്, പണത്തിനായുള്ള നിങ്ങളുടെ സമയം. 8. ദി ഫാസ്റ്റ് ലെയ്ൻ റോഡ് മാപ്പ്. 9. സമ്പത്തിന്റെ കുറുക്കുവഴി, ഫാസ്റ്റ് ലെയ്ൻ വ്യത്യാസങ്ങൾ. 10. നിങ്ങൾ സമ്പന്നനാണ്, നിങ്ങൾക്കത് അറിയില്ല. 11. ഒരു ഉപഭോക്താവിനെ പോലെ ചിന്തിക്കുന്നത് നിർത്തുക. 12. പ്രഭാവത്തിന്റെ നിയമം. 13. ആവശ്യത്തിന്റെ കൽപ്പന. 14. പ്രവേശനത്തിന്റെ കമാൻഡ്. 15. നിയന്ത്രണത്തിന്റെ കമാൻഡ്. 16. സ്കെയിലിന്റെ കമാൻഡ്. 17. സമയത്തിന്റെ കൽപ്പന. 18. നിങ്ങളുടെ വാഹനം സമ്പത്തിലേക്ക്, സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനായുള്ള സൈഡ്വാക്ക്, സ്ലോ ലെയ്ൻ, ഫാസ്റ്റ് ലെയ്ൻ എന്നിവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ പുസ്തകം ഊന്നിപ്പറയുന്നു. സമ്പത്ത് കാര്യക്ഷമമായി സൃഷ്ടിക്കുന്നതിനുള്ള പ്രായോഗിക തത്വങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഏതെങ്കിലും അധ്യായത്തിന്റെ അധ്യായം 1, മഹാവഞ്ചന, ദ ഗ്രേറ്റ് ഡിസെപ്ഷൻ. എം.ജെ. ഡെമാർക്കോയുടെ ദ മില്യണയർ ഫാസ്റ്റ് ലെയ്ൻ എന്ന പുസ്തകത്തിന്റെ ആദ്യ അധ്യായം, മഹാവഞ്ചന എന്ന് പേരിട്ടിട്ടുള്ളത്, സാംസ്കാരികമായി എത്രത്തോളം വ്യക്തികളുടെ ജീവിതം തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു എന്നതിന്റെ വിശദീകരണമാണ് നൽകുന്നത്. ഡെമാർക്കോ ഈ അധ്യായത്തിൽ സാമ്പത്തിക സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള സാംസ്കാരിക ആശയവ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്നു. നിശ്ചിത പ്രോഗ്രാം എന്ന ആശയം അദ്ദേഹം അവതരിപ്പിക്കുന്നു. ഇത് വിദ്യാർത്ഥി ജീവിതത്തിൽ പഠിക്കാനായി, ഒരു സ്ഥിര ജോലി നേടാൻ, പിന്നീട് ധനസമ്പാദനത്തിനായി ദീർഘകാലം കഠിനാധ്വാനം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. ഡെമാർക്കോ വ്യക്തമാക്കുന്നത്, പലരും പൊതുവായ ഒരു സ്ലോ ലെയ്ൻ മോഡലിൽ കുടുങ്ങിക്കിടക്കുന്നത് കൊണ്ടാണ് സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാതിരിക്കുന്നത്. ഇതിൽ അവർ ശ്രമിക്കുക, സേവ് ചെയ്യുക, റിട്ടയർ ചെയ്യുക എന്ന ഗണതിയിലാണ് ഉറച്ചുപോകുന്നത്. എന്നാൽ ഈ മോഡൽ ദീർഘകാലത്തോളം ധനസമ്പാദനത്തിന് വഴിയൊരുക്കുന്നില്ല. വ്യക്തികൾ സുരക്ഷിത എന്ന് കരുതുന്ന ഈ മാർഗത്തിൽ മുന്നേറുമ്പോൾ അവർക്കറിയാത്ത വിധം സാമ്പത്തിക സ്വാതന്ത്ര്യം വൈകിക്കാനോ ചുരുങ്ങിക്കാനോ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഈ ചട്ടകമായ ജീവിത മാതൃക സമൂഹം ശക്തമായി പ്രോത്സാഹിപ്പിക്കുന്നു, എന്നാൽ ഇത് വിജയത്തിന്റെ ഒരു ഉറപ്പായ വാതിൽപ്പടിയല്ല. ഡെമാർക്കോ ഈ വഞ്ചനയ്ക്ക് വ്യക്തമായ തെളിവുകളും വാദങ്ങളും പ്രയോഗിച്ച് പ്രതിരോധിക്കുന്നു. ശരിയായ ധനസമ്പാദനത്തിന് ഫാസ്റ്റ് ലെയ്ൻ എന്നൊരു പദവിവരണവും പരിഷ്കാരവും അദ്ദേഹം നിർദ്ദേശിക്കുന്നു. ജീവിതത്തിലൂടെ ധനവും സ്വാതന്ത്ര്യവും ഒരേ സമയം നേടാൻ കഴിയുന്ന ഫലപ്രദമായ മാർഗമാണ് ഫാസ്റ്റ് ലെയ്ൻ. ഈ അധ്യായം നമ്മെ ചോദ്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. നമ്മുടേതായ സങ്കല്പങ്ങൾ, കഠിനാധ്വാനം, സാമ്പത്തിക സുരക്ഷ എന്നിവയെ ചൊല്ലിയുള്ള നിഷേധാത്മക സത്യങ്ങൾ. കൂടുതൽ ജീവിക്കാൻ, സ്വതന്ത്രമായി ജീവിതം അനുഭവിക്കാനാണ് ഡെമാർക്കോ പ്രേരിപ്പിക്കുന്നത്. മഹാവഞ്ചന നമ്മെ മതിയായ സമ്പാദനത്തിനായി പുനരാലോചിക്കാൻ ആവശ്യപ്പെടുന്നു. അധ്യായം 2, പാവപ്പെട്ടവരും സമ്പന്നരാകുന്ന യഥാർത്ഥ വഴി. എം.ജെ.
ഡിമാർക്കോയുടെ ദ മില്ലിയനെയർ ഫാസ്റ്റ് ലൈൻ എന്ന പുസ്തകത്തിലെ രണ്ടാമത്തെ അധ്യായം ഹൗ ദ പോർ റിയലി ഗെറ്റ് റിച്ച് അഥവാ പാവപ്പെട്ടവർ എങ്ങനെ സമ്പന്നരാകുന്നു എന്നത് സമ്പത്ത് സൃഷ്ടിയുടെ പരമ്പരാഗത ധാരണകളെ ചോദ്യം ചെയ്യുന്നു. ഭൂരിഭാഗം ആളുകൾ സമ്പത്ത് സമാഹരിക്കാൻ അനുസരിക്കുന്ന ധാരാളം സ്ലോ ലെയിൻ രീതികളിൽ നിന്ന് വേറിട്ടു വേഗതയേറിയ ഒരു മാർഗത്തിലേക്കുള്ള ദൃഷ്ടികോണം ഇത് അവതരിപ്പിക്കുന്നു. അധ്യായത്തിൽ ഡിമാർക്കോ പറയുന്നത് പാവപ്പെട്ടവരും മധ്യവർഗക്കാരും സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ സാധാരണ പിന്തുടരുന്നത് ഒരു മുൻകൂട്ടി പണിത സ്ലോ ലെയിൻ മോഡലാണ്. ഇതിൽ നിക്ഷേപങ്ങൾ, തൊഴിലുകൾ, പെൻഷൻ പ്ലാനുകൾ എന്നിവയിൽ ആശ്രയിച്ച് കുറച്ച് സമ്പത്ത് സമാഹരിക്കുന്ന രീതിയാണ് പൊതുവായ രീതിക്രമം. എന്നാൽ ഈ മോഡൽ അനാവശ്യമായി സമയം കൂടുതൽ ആവശ്യപ്പെടുന്നു, ജീവിച്ചിരിക്കുമ്പോൾ സമ്പത്തിന്റെ ആനന്ദം അനുഭവിക്കാനാവാതെ പോകുന്നു. പുസ്തകത്തിന്റെ ഈ ഭാഗം സ്ലോ ലെയിൻ മോഡലിന്റെ പരിമിതികളെ ചൂണ്ടിക്കാണിക്കുന്നു. 1. സമയത്തിന്റെ വില. ജീവിതത്തിൽ വളരെയധികം പ്രധാനമാണ് സമയം. സ്ലോ ലെയിൻ സാമ്പത്തിക മോഡലിൽ ഏറ്റവും മികച്ച ഫലവും പാളിയ ജീവിതത്തിൽ ഒരു ഘട്ടം മാത്രമേ നൽകൂ. 2. നിയന്ത്രണമില്ലായ്മ. നിങ്ങളുടെ വരുമാനം നിങ്ങളില്ല, മറിച്ച് നിങ്ങളുടെ തൊഴിലുടമകളുടെയോ വിപണിയുടെയോ മടിയിൽ ആശ്രയിക്കുന്നതാണ്. 3. കുറഞ്ഞ വളർച്ച. സ്ലോ ലെയിൻ വഴി സമ്പന്നരാകുന്നത് വളരെ നേരിയ രീതിയിൽ മാത്രമേ സാധ്യമാകൂ. ഡിമാർക്കോ പകരം ഫാസ്റ്റ് ലെയിൻ എന്ന് വിളിക്കുന്ന ഒരു പുതിയ മോഡൽ നിർദ്ദേശിക്കുന്നു. അവിടെ സംരംഭകത്വവും വിലയുമാണ് മുഖ്യ ഘടകങ്ങൾ. ഇവയിലൂടെ കൂടുതൽ പ്രമാണം സ്വന്തമാക്കാനും റിസോഴ്സുകൾ കാര്യക്ഷമമായി പ്രയോജനപ്പെടുത്താനും കഴിയും. ഫാസ്റ്റ് ലെയിൻ മോഡലിന്റെ അടിസ്ഥാനങ്ങൾ. വിപണി. ഒരു വലിയ ആവശ്യമുള്ള ജനസംഖ്യയെ ലക്ഷ്യമിടുക. മൂല്യനിർമ്മാണം. ഉപഭോക്താക്കൾക്ക് പ്രത്യുത്പാദനവും സേവനങ്ങളും നൽകുക. മിക്കവാറും ബാഹ്യ ചുറ്റുപാടുകൾക്കൊരിക്കൽ ചാലനം ചെയ്യാത്ത നിയന്ത്രണം. വരുമാനം സ്വന്തം നിയന്ത്രണത്തിൽ വരുത്തുക. ചാപ്റ്റർ 3 സമ്പത്തിന്റെ റോഡ് മാപ്പുകൾ എന്ന അധ്യായത്തിൽ എം.ജെ. ഡിമാർക്കോ ജീവിതത്തിലെ ധനസമ്പത്തിനുള്ള വിവിധ വഴികളെയും അതിന്റെ പ്രത്യേകതകളെയും വിശദമായി വിവരിക്കുന്നു. ധനസമ്പത്തിന്റെ മാർഗങ്ങളെ അദ്ദേഹം 3 പ്രധാന റോഡ് മാപ്പുകളായി തിരിക്കുന്നു. സ്ലോ ലെയിൻ, സൈഡ് വാക്ക്, മില്ലിയനെയർ ഫാസ്റ്റ് ലെയിൻ. 1. സ്ലോ ലെയിൻ. ഈ വഴിയിലൂടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നവരിൽ ധാരാളം ആളുകൾ ധനസമ്പത്ത് സമ്പാദിക്കാൻ അവരുടെ സമ്പൂർണ്ണ ജീവിതകാലം ചെലവിടുന്നു. അവർക്ക് കേന്ദ്രീകൃതമായ ലക്ഷ്യം മികച്ച ജോലി നേടുക, സതതമായി ശമ്പളം വർദ്ധിപ്പിക്കുക, ഒടുവിൽ വിരമിക്കുമ്പോൾ നന്നായി ജീവിക്കാൻ കഴിയുന്ന ഒരു ഫണ്ട് സമ്പാദിക്കുക എന്നതാണ്. ഇവരുടെ ധനസമ്പത്ത് പുനരുവർത്തനത്തിന്റെ ആശയത്തോടെയാണ് ബന്ധപ്പെട്ടു നിൽക്കുന്നത്. എന്നാൽ പ്രശ്നം എന്തെന്നാൽ ജീവിതകാലം മുഴുവൻ ജോലി ചെയ്യേണ്ടി വരുന്നതും സ്വാതന്ത്ര്യം നഷ്ടമാകുന്നതും ധനസമ്പത്തിന്റെ യഥാർത്ഥ സന്തോഷം ഏറെ വൈകിയാണ് ലഭ്യമാകുന്നതുമാണ്. 2. സൈഡ് വാക്ക്. ഈ റൂട്ടിൽ നിൽക്കുന്നവർക്ക് അവരുടെ വരുമാനവും ചെലവുകളും തമ്മിൽ ഒരു ബാലൻസ് ഇല്ല. അവർ പെൺമക്കളായിരിക്കാം, അല്ലെങ്കിൽ ബാലൻസ് ഇല്ലാത്ത സാമ്പത്തിക ശീലങ്ങൾ പിന്തുടരുന്നവരായിരിക്കാം. ഇപ്പോൾ ആസ്വദിക്കുക, പിറ്റേന്ന് ചിന്തിക്കുക എന്ന ചിന്താധോരയാണ് ഇവരുടെ പ്രധാന തത്വം. ഇത് അപകടകരമായ രീതിയാണ്, കാരണം സാമ്പത്തിക അടിത്തറ ഇല്ലാത്ത ജീവിതം വൻ അപകടത്തിലേക്കാണ് നയിക്കുന്നത്. 3. മില്ലിയനെയർ ഫാസ്റ്റ് ലെയിൻ. ദി ഫാസ്റ്റ് ലെയിൻ വിജയത്തിലേക്കുള്ള ഏറ്റവും മികച്ച വഴി കൂടിയാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ സ്വാതന്ത്ര്യവും സമ്പത്തിനുള്ള വേഗതയുള്ള ഒരു മാർഗവും നൽകുന്നു. ഫാസ്റ്റ് ലെയിനിൽ നിങ്ങളുടെ വരുമാനം നേരിട്ട് നിങ്ങളുടെ സമയത്തിനും ശ്രമത്തിനും ആശ്രയിക്കുന്നതല്ല, മറിച്ച് ബിസിനസ്, വാണിജ്യം അല്ലെങ്കിൽ വലിയ സ്രോതസ്സുകളിൽ എത്തിക്കാൻ കഴിവുള്ള ഒരു സിസ്റ്റത്തിൽ നിന്നാണ് ഇത് നിർമ്മിക്കുന്നത്. വലിയ പ്രോബ്ലം ചെയ്യുക, വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന ആശയമാണ് ഫാസ്റ്റ് ലെയിൻ്റെ മുളകും മണിയും. ഈ 3 മാർഗങ്ങളും ചർച്ച ചെയ്ത് ദി ഫാസ്റ്റ് ലെയിൻ ഒരു വ്യക്തിയെ എങ്ങനെ ധനികനാക്കുകയും സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാനും സഹായിക്കുന്നുവെന്ന്. മില്ലിയനെയർ ഫാസ്റ്റ് ലെയിൻ എന്ന എം.ജെ. ഡെമാർക്കോയുടെ പുസ്തകത്തിലെ 4ാമത്തെ അധ്യായമായ ദി റോഡ് മോസ്റ്റ് ട്രാവൽഡ് ഒരു വ്യക്തിയുടെ സാമ്പത്തിക വിജയത്തിന് പൊതുവായും സമൂഹത്തിൽ സ്വീകരിക്കപ്പെടുന്ന മാർഗത്തിന്റെ പരിമിതികൾ വിശദീകരിക്കുന്നു. ഈ അധ്യായത്തിൽ ഡെമാർക്കോ സാധാരണ മനുഷ്യർ ധനസമ്പാദനത്തിനായി സ്വീകരിക്കുന്ന ഈ സ്ലോ ലെയിൻ മോഡലിനെ കൃത്യമായി ആവിഷ്കരിക്കുന്നു. സാധാരണ ജീവിതത്തിൽ എല്ലാവരും സ്കൂൾ ജോലി, പണം ശരിയായി സംരക്ഷിക്കുക, പിശുക്കൻ ആയി ചെലവഴിക്കുക, വിരമിക്കൽ എന്ന രീതിയാണ് പിന്തുടരുന്നത്. ഇത് സാമ്പത്തികമായ സ്വാതന്ത്ര്യത്തിനായി ഒരു സുരക്ഷിത മാർഗമെന്നു കാണിച്ചാലും അതിന് വളരെ കൂടുതൽ സമയം, ധൈര്യം, പലപ്പോഴും ഇണങ്ങി ജീവിക്കേണ്ടതിൻ്റെ ഒരു ജീവിതശൈലിയും ആവശ്യമാണ്. എന്തുകൊണ്ട് ഇത് മോസ്റ്റ് ട്രാവൽഡ് റോഡാണെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. ഇത് സമൂഹത്തിൽ പൊതുവായ മാർഗമാണ്, കാരണം ഇതിന് ഒരു തെറ്റില്ലാത്ത മാതൃക ഉണ്ടെന്ന് പലരും വിശ്വസിക്കുന്നു. പക്ഷേ ഡെമാർക്കോ ഇതിൻ്റെ ഭയാനകമായ സത്യം വെളിപ്പെടുത്തുന്നു.
ഇത് ജനങ്ങൾക്ക് ധനവാന്മാരാകാനുള്ള എല്ലാ സാധ്യതകളും ഏറെ പരിമിതപ്പെടുത്തുന്നു, കാരണം ഈ റോഡ് എപ്പോഴും മറ്റൊരാളുടെ നിയന്ത്രണത്തിൽ, നിങ്ങളുടെ കമ്പനി, ബോസ്, അല്ലെങ്കിൽ സാമ്പത്തിക വിപണികൾ ആണ്. സാധാരണ തൊഴിൽ ലഭിക്കുന്നവർ അവരുടെ വരുമാനത്തിന്റെ പരിധി വിനിമയ സിസ്റ്റത്തിൽ ടൈം ഫോർ മണി ട്രേഡ് ആക്കുന്നു. ജീവിതത്തിൽ മികച്ചവരം നേടാൻ, ജോലി തുടരാനും കടബാധ്യതകൾ തീർക്കാനും മാത്രം ഇത് പരിച്ഛേദിക്കപ്പെടുന്നു. അതിനാൽ സമയത്തിന്റെ പരിമിതികളാൽ കൂടുതൽ പണവും സ്വാതന്ത്ര്യവും നേടാൻ കഴിയില്ലെന്ന് ഡെമാർക്കോ ചൂണ്ടിക്കാണിക്കുന്നു. അധ്യായം ആഴത്തിൽ ചിന്തിപ്പിക്കുന്നത്. ഒരു വ്യക്തി സംരംഭശീലതയുടെ ലളിതമായ വഴിയിലേക്ക് മാറുമ്പോൾ മാത്രമേ സാധാരണ ജീവിതത്തിന്റെ ചങ്ങലകൾ മറികടക്കാൻ കഴിയൂ. സ്ലോ ലെയിൻ പരിണാമമെന്ന നിലയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഫാസ്റ്റ് ലെയിൻ സാധാരണ മാർഗത്തെ വെല്ലുന്ന പുതിയ സാധ്യതകൾ തുറക്കുന്നു. 5 അധ്യായമായ ദ സൈഡ് വാക്ക് റോഡ് മാപ്പ് ഒരു വ്യക്തിയുടെ ധനസമ്പാദനവുമായി ബന്ധപ്പെട്ട 3 പ്രധാന ജീവിത വഴികളിൽ ഒന്നായി സൈഡ് വാക്ക് പടിക്കൽ വഴി എന്താണെന്ന് വിശദീകരിക്കുന്നു. സൈഡ് വാക്ക് വഴിയിലുള്ളവർ ധനകാര്യ സ്വാതന്ത്ര്യത്തിന്റെയും സ്ഥിരതയുടെയും ലക്ഷ്യത്തിൽ എത്താൻ തികഞ്ഞ തയ്യാറെടുപ്പുകൾ ഇല്ലാതെ ജീവിക്കുന്നവരാണ്. അവർ ഇന്ന് വൃത്തിയുള്ള ജീവിതം ഉപഭോഗിക്കുകയും ഭാവിയെക്കുറിച്ചുള്ള കൂടുതൽ ചിന്തകൾ ഇല്ലാതിരിക്കുകയുമാണ്. ഈ ജീവിതശൈലി ധനസമ്പാദനത്തിന് ഇല്ലാതാവുന്ന ദൗർബല്യങ്ങളും അപകടങ്ങളും നിറഞ്ഞ ഒരു വഴിയാണെന്ന് ഡെമാർക്കോ വിശദീകരിക്കുന്നു. ദഹ്റോസബെ വഴിയിൽ ഉള്ളവരുടെ ധനപരമായ ദൃശ്യമോ ഉദ്ദേശമോ ദുർബലമോ താൽക്കാലികമോ ആകാം. അവർ എത്ര ധനം സമ്പാദിച്ചാലും അനുയോജ്യമായ പണിയോഗത്തിന്റെ അഭാവം, ചിലവഴിക്കുന്നതിലെ അധികം നിയന്ത്രണമില്ലായ്മ, അല്ലെങ്കിൽ ഈ സമയം എങ്ങനെ മറികടക്കാം എന്ന ചിന്താപ്രവൃത്തി ഇവരുടെ സാമ്പത്തിക അവസ്ഥ ദോഷകരമാക്കും. ഫിനാൻഷ്യൽ ലൈഫ് സ്റ്റൈലിന്റെ പരിമിതമായ മനോഭാവം ഈ ജീവിത പദ്ധതിയിൽ കിടക്കുന്നു. ഈ ജീവിതമാർഗത്തിൽ കഴിയുന്നവരുടെ പ്രധാന ലക്ഷ്യം ഇപ്പോൾ ആശ്വസിക്കുക എന്നതാണെങ്കിൽ അവർക്ക് ഭാവിയിൽ അനുഭവിക്കേണ്ടി വരുന്ന സാമ്പത്തിക പ്രതിസന്ധികൾ കൂടിയാണ് പ്രതീക്ഷിക്കേണ്ടത്. സൈഡ് വാക്ക് ജീവിതം പലരും ലോകം കടം കൊടുക്കുന്ന ജീവപര്യന്തം എന്നതുപോലെ കാണുന്നു. എന്നാൽ ഡെമാർക്കോ ഈ വഴിയിൽ നിന്ന് മുക്തി നേടാൻ വേണ്ട മാർഗങ്ങൾ വിശദീകരിക്കുന്നു. സൈഡ് വാക്ക് ജീവിതരീതി ഒരു വ്യക്തിയെ എങ്ങനെയാണ് ജീവിതത്തിലെ സാമ്പത്തിക തകർച്ചയിലേക്ക് നയിക്കുന്നതെന്ന് ഡെമാർക്കോ പല ഉദാഹരണങ്ങൾ കൊണ്ടും വിവരിക്കുന്നു. ഉദ്ദേശങ്ങൾ ഇല്ലാതെ ചെലവഴിക്കുന്ന ശീലം, കടബാധ്യതകൾ, കുറഞ്ഞ വരുമാന മാർഗങ്ങൾ എന്നിവ ഈ വഴിയുടെ പ്രധാന സവിശേഷതകളാണ്. എന്നാൽ അതിൽ നിന്ന് മാറി സ്ലോ ലൈൻ അല്ലെങ്കിൽ ഫാസ്റ്റ് ലൈൻ വഴി സ്വീകരിക്കാൻ നിർദ്ദേശിക്കുന്നതിലൂടെ ഡെമാർക്കോ ബോധ്യപ്പെടുത്തുന്നത് ധനപരമായ ശാസ്ത്രീയമായ വീക്ഷണവും ദീർഘകാല ലക്ഷ്യങ്ങൾ നിശ്ചയിച്ച് ജീവിക്കുന്നതും എത്രമേൽ പ്രധാനമാണെന്നാണ്. ചാപ്റ്റർ 6 സ്ലോ ലെയിൻ റോഡ്മാപ്പ് എന്ന താൽപ്പര്യകരമായ ഭാഗത്തിൽ എം.ജെ. ഡെമാർക്കോ വിജയത്തിന്റെ സ്ലോ ലെയിൻ വഴിയുടെ ഉള്ളടക്കം വിശദീകരിക്കുന്നു. സ്ലോ ലെയിൻ എന്നത് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് പോകുന്ന ഒരു പ്രച്ഛന്നവും ദീർഘകാലപരവും അമിതമല്ലാത്ത മാർഗമാണ്. എങ്കിലും ഈ പാത നിങ്ങൾ സ്വതന്ത്രമായി ജീവിതം നയിക്കാൻ ആവശ്യമായ ധനസമൃദ്ധി നൽകുന്നില്ലെന്ന് ഡെമാർക്കോ ആക്ഷേപിക്കുന്നു. സ്ലോ ലെയിൻ റോഡ്മാപ്പ് എന്താണെന്ന് വിശദീകരിക്കാൻ ഡെമാർക്കോ ഒരു സാധാരണ വ്യക്തിയുടെ ജീവിതസംഭവങ്ങൾ എങ്ങനെയാണ് രൂപീകരിക്കപ്പെടുന്നത് എന്ന് പഠിപ്പിക്കുന്നു. അവർ സ്കൂൾ പഠിക്കുന്നു, സർവകലാശാലയിൽ പ്രവേശിക്കുന്നു, നല്ല ശമ്പളമുള്ള ജോലി കണ്ടെത്തുന്നു, വരുമാനം അല്പമായും സ്ഥിരമായും സംഭരിക്കുന്നു, പിന്നീട് വിരമിക്കൽ കാലത്ത് സമ്പാദ്യത്തിൽ ആശ്രയിച്ച് ജീവിതം നയിക്കുന്നു. ഇത് ഒരു പൊതുവായ സമ്പത്ത് സൃഷ്ടിക്കാനുള്ള മാതൃകയായിട്ടാണ് സ്വീകരിക്കപ്പെടുന്നത്. പക്ഷേ ഡെമാർക്കോ ഈ മാതൃകയെ ചെറുക്കുന്നു, കാരണം ഇത് തീർച്ചയായും കാലതാമസം ഉണ്ടായ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു മോശം നിബന്ധനയാണ്. ഡെമാർക്കോ സ്ലോ ലെയിൻ അനുയോജ്യമല്ലാത്തതിന് 3 പ്രധാന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഒന്നാമത്, സമയം. സ്ലോ ലെയിൻ ഒരു ജീവിതകാലം മുഴുവൻ കാത്തിരിക്കേണ്ട ഗുണമാണ്. ദ്വിതീയമായി, നിയന്ത്രണം. ജീവിതത്തിലെ പല പ്രധാനമായ തീരുമാനങ്ങളും മറ്റുള്ളവരുടെ കയ്യിൽ അടിയിരിക്കുന്നതായിരിക്കും. മൂന്നാമതായി, ഫലപ്രാപ്തി. സമ്പത്തുണ്ടാക്കാൻ വർഷങ്ങളോളം കാത്തിരിക്കേണ്ട സാഹചര്യം. സ്ലോ ലെയിൻ വഴിക്ക് പകരം ഡെമാർക്കോ നമ്മെ ഫാസ്റ്റ് ലൈൻ പാതയിലേക്ക് പ്രേരിപ്പിക്കുന്നു. ഒരു പ്രായോഗികവും ശക്തമായ മാർഗം. സ്ലോ ലെയിൻ പാതയിൽ നാം നിക്ഷേപിക്കുന്നത് തികച്ചും സുരക്ഷിതവും ചിലർക്കായി മികച്ചതുമാകാം, പക്ഷേ സമ്പത്ത് സൃഷ്ടിക്കാനുള്ള കൂടുതൽ നൂതനവും ദ്രുതവും ദിശയിലുള്ള വഴിയിലേക്കാണ് അദ്ദേഹം ഞങ്ങളെ നയിക്കുന്നത്. ഈ ചാപ്റ്റർ സ്ലോ ലെയിൻ വഴി ധനസമൃദ്ധി പ്രാപിക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പായി പ്രവർത്തിക്കുന്നു. ഉപഭോക്താക്കളായ നമ്മൾ ഓർത്ത് ചിന്തിക്കേണ്ടതാണ്, ധനസമൃദ്ധി ലക്ഷ്യം സംബന്ധിച്ചുള്ള എങ്ങനെയുള്ള മാർഗമാണ് നമ്മളെ കൂടുതൽ പ്രചോദിപ്പിക്കുന്നത് എന്ന്. 7ാമത്തെ അധ്യായമായ ദ ക്രിമിനൽ ട്രേഡ്, യുവർ ടൈം ഫോർ മണി, ഒരു വ്യക്തിയുടെ സമയം പണത്തിനായി വ്യവസായമാക്കുന്നതിന്റെ ആശയം വിശദീകരിക്കുന്നു. ഈ അധ്യായത്തിൽ സാമ്പത്തിക സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നായ സമയത്തിന്റെ ട്രേഡ് ഓഫ് മോഡൽ വിമർശന വിധേയമാക്കപ്പെടുന്നു.
മിക്കവാറും ആളുകൾ ഒരു അനുകരണാത്മക ജീവിതം നയിക്കുന്നതിനുള്ള പ്രധാന കാരണം അവർ സമയം പണത്തിനായി വിനിമയം നടത്തുന്നത് തന്നെയാണ്. ലേഖകൻ ഇത് ക്രിമിനൽ ട്രേഡ് എന്ന് വിശേഷിപ്പിക്കുന്നത് കാരണം ഈ മോഡൽ വ്യക്തിയുടെ പ്രയാസപ്രദമായ പരിശ്രമത്തെ മാത്രമല്ല ജീവിതകാലത്തെ മുഴുവൻ മോഷ്ടിക്കുന്നതും ആണെന്ന് അദ്ദേഹം വാദിക്കുന്നു. നിങ്ങൾ ഒരു പണത്തിന് ഒരു മണിക്കൂർ നൽകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ അതിന്റെ ഒരു ചെറിയ ഭാഗം വിൽക്കുകയാണ്. ഈ വിനിമയ മോഡൽ ഒരിക്കലും നീതിയുള്ളതല്ല, കാരണം സമയത്തിന്റെ മൂല്യം പണം കൊണ്ട് പകരം വെക്കാനാവില്ല. ദീർഘകാല സമ്പത്തിന്റെ സൃഷ്ടിക്ക് ഇത് ഒരു വലിയ തടസ്സമാണെന്ന് ഡി മാർക്കോ വ്യക്തമാക്കുന്നു. ജോലിയിൽ കൂടുതൽ സമയം ചെലവഴിക്കുകയും അതിലൂടെ കൂടുതൽ പണം സമ്പാദിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർ ജീവിതത്തിന്റെ മറ്റ് തലങ്ങളിൽ, പ്രത്യേകിച്ച് കുടുംബം, ആരോഗ്യം, ഹോബികൾ തുടങ്ങിയവയിൽ കാര്യമായ നഷ്ടം അനുഭവിക്കുന്നവരായിരിക്കും. ഇതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞു പോകുന്നത്, നിങ്ങളുടെ സമയം തിരികെ ലഭ്യമാകുന്നില്ല. പണത്തിന് മറിച്ചായി നഷ്ടപ്പെട്ട സമയം ഒരിക്കലും വീണ്ടെടുക്കാനാകില്ല. ഈ മോഡലിൽ നിന്ന് മുക്തിയുണ്ടാക്കാൻ ഫാസ്റ്റ് ലൈൻ പാത സ്വീകരിക്കണമെന്ന് ഡി മാർക്കോ പറയുന്നു. അതായത്, നിങ്ങളുടെ സമ്പാദ്യങ്ങൾക്ക് സമയത്തിന്റെ നേരിട്ടുള്ള നിക്ഷേപത്തിൽ നിന്ന് സ്വതന്ത്രമാകുന്ന ഒരു മാർഗം കണ്ടെത്തുക. ഉദാഹരണത്തിന്, ബിസിനസ്സുകൾ, ഓൺലൈൻ വിൽപ്പന, സാങ്കേതിക വിദ്യയുടെ ഉപയോഗം എന്നിവ വഴി പാസീവ് ഇൻകം സൃഷ്ടിക്കുന്നതിലൂടെ സമയം പണത്തിനായി വിനിമയം ചെയ്യാതെ സമ്പത്ത് സൃഷ്ടിക്കാം. ചാപ്റ്റർ 8 ദ ഫാസ്റ്റ് ലൈൻ റോഡ് മാപ്പ് എന്ന ദ മില്യനെയർ ഫാസ്റ്റ് ലൈൻ എന്ന പുസ്തകത്തിലെ ഒരു പ്രമാണം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ ലക്ഷ്യസാധനത്തിനായുള്ള സിസ്റ്റമാറ്റിക് വീക്ഷണങ്ങളെ വിശദീകരിക്കുന്നു. ജെ. ഡെമാർക്കോ ഈ അധ്യായത്തിൽ സമ്പത്തിന്റെ രഹസ്യങ്ങൾ ഒരു റോഡ് മാപ്പായി അവതരിപ്പിക്കുന്നു. അത് ദീർഘകാല ഫലങ്ങൾ നൽകുന്ന ഒരു പ്രാക്ടിക്കൽ മാർഗരേഖയുമാണ്. ഈ അധ്യായത്തിന്റെ പ്രമേയം ജീവിതത്തിലെ സമ്പത്തെയും സ്വാതന്ത്ര്യത്തെയും നയിക്കുന്ന വ്യവസ്ഥിതികളെയാണ്. അദ്ദേഹം മൂല്യസൃഷ്ടി, വിപണികളിൽ പബ്ലിക് ആക്സസ് നേടൽ, സമയത്തിനും പ്രയത്നത്തിനും മീതെയുള്ള ഫലങ്ങൾ എന്നിവയുടെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. ഇതിൽ വിപരീതമായ ചിന്താഗതികൾ മാത്രമല്ല, മറിച്ച് സജീവമായ ആസൂത്രണവും നിർണയവും ഉൾപ്പെടുത്തുന്ന ഒരു ചിന്താവീക്ഷണമുണ്ട്. ഡെമാർക്കോയുടെ ദീർഘ ഒരു സംരംഭകനെ വളരെയധികം പ്രചോദിപ്പിക്കുന്ന ഘടകങ്ങളാൽ നിറഞ്ഞതാണ്. ആദ്യം, നിങ്ങളുടെ ബിസിനസ് ആശയം വ്യത്യസ്തവും വിപണിയിലേക്ക് പുതിയ മൂല്യം കൊണ്ടുവരുന്നതുമാക്കണം. ആശയത്തിന്റെ പ്രായോഗികത ഉറപ്പാക്കാൻ അതിനെ സൃഷ്ടി, സ്കെയിലിംഗ്, നിയന്ത്രണം എന്നിവയിലൂടെ ശേഖരിച്ചാലേ വിജയവഴി കെട്ടിപ്പടുക്കാൻ സാധിക്കൂ. വേദാതേകര സമീപത്തിന് ഒരു ശക്തമായ ആരാധനക്കാർ വേണം, കാരണം ഉപഭോക്താക്കളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത് മാത്രമാണ് പ്രതിഫലമായി നന്മയും സമ്പത്തും പകരുന്ന മാർഗം. ഇതിലൂടെ ഡെമാർക്കോ ഒരു വ്യക്തിയെ നന്നായി ഓർമ്മിപ്പിക്കുന്നു, സമ്പത്ത് സ്വയം വരില്ല, മറിച്ച് പ്രവർത്തനങ്ങൾ വഴി സൃഷ്ടിക്കപ്പെടും. ഒരു വലിയ ആശയം മാത്രം മതി എന്ന ധാരണ തെറ്റാണ്. അതിന് ശക്തമായ നടപ്പാക്കൽ കഴിവും വേണം. നിങ്ങളുടേതായ ലോകോത്തര ഉൽപ്പന്നം, സേവനം അല്ലെങ്കിൽ സംവിധാനത്തിന്റെ ഉറവിടമാകും ഈ വിദ്യയുടെ അടിസ്ഥാനം. ഇതേ കൂടാതെ അതിന്റെ സ്കെയിലബിലിറ്റി ആവശ്യമാണ്. ഇത് നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലേക്ക് ഉയർത്തുന്നതിന് സഹായിക്കും. ദി മില്യനെയർ ഫാസ്റ്റ് ലൈൻ എന്ന ജെ. ഡിമാർക്കോയുടെ പുസ്തകത്തിലെ വെൽത്ത് ഷോർട്ട്കട്ട് ദ ഫാസ്റ്റ് ലൈൻ ഡിസ്റ്റിങ്ഷൻസ് എന്ന 9-ാം അധ്യായം സമ്പത്തിന്റെ രഹസ്യങ്ങൾ തുറന്നു കാട്ടുന്നവയാണ്. ഈ അധ്യായത്തിൽ ഡിമാർക്കോ ഫാസ്റ്റ് ലൈൻ ധനസിദ്ധാന്തത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളും അതിന്റെ വ്യത്യാസങ്ങളുമായുള്ള ഒരു വിശദീകരണം നൽകുന്നു. ഫാസ്റ്റ് ലൈൻ സമീപനത്തിന്റെ പ്രഥമതയിൽ പരമ്പരാഗത ധനസൃഷ്ടി മാർഗങ്ങളെ ഡിമാർക്കോ ചോദ്യം ചെയ്യുന്നു. ധനസമൃദ്ധി നേടാനുള്ള സ്ലോ ലൈൻ, പതുക്കൻ പാത സമീപനം മറ്റു പൊതുവായ ധനസിദ്ധാന്തങ്ങൾ പോലെയാണ്, ഒരു ദീർഘകാലം കാത്തിരിക്കാനും ക്രമേണ സമ്പത്ത് സമ്പാദിക്കാനും ഉപദേശിക്കുന്നു. പക്ഷേ ഡിമാർക്കോ പറയുന്നു, സ്ലോ ലൈൻ ധനസൃഷ്ടിക്ക് ഭൂരിഭാഗം ആളുകൾ അനുയോജ്യരല്ല. അതിനു പുറമെ ഈ മാർഗം പലപ്പോഴും അപര്യാപ്തമായ സൃഷ്ടിപ്രവർത്തനങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും കീഴിൽ പ്രവർത്തിക്കുന്നു. ഫാസ്റ്റ് ലൈൻ സമ്പത്ത് സൃഷ്ടിയുടെ വ്യത്യസ്ത വഴികളെ പരിചയപ്പെടുത്തുന്നു. സമയം പണത്തിനായി വിൽക്കുന്ന ഈ റാറ്റ് റേസ് ഈ ജീവിതത്തെ മറികടക്കുക, അനധികൃതമായ നിരീക്ഷണങ്ങളെ ഒഴിവാക്കുക, പ്രശ്നപരിഹാരത്തിലൂടെ പൂർണ്ണമായ മൂല്യങ്ങൾ സൃഷ്ടിക്കുക. ഫാസ്റ്റ് ലൈൻ മാർഗത്തിൽ വ്യക്തിയുടെ സ്വന്തം ആശയങ്ങൾ, ഉപഭോക്തൃ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അവർക്ക് ബിസിനസ് മാതൃകകൾ വഴി വലിയ തോതിൽ സമ്പത്ത് സൃഷ്ടിക്കാൻ കഴിയും. മുൻനിർത്തേണ്ട ഒരു പ്രാധാന്യ വ്യത്യാസം സമയവും സാമ്പത്തിക സ്വാതന്ത്ര്യവും തമ്മിലുള്ള ബന്ധമാണ്. ഡിമാർക്കോ പറയുന്നു, ഫാസ്റ്റ് ലൈൻ മാർഗം സ്വീകരിക്കുന്നവർ പാസീവ് വരുമാന സ്രോതസ്സുകൾ സ്ഥാപിച്ച് ജീവിതത്തിൽ കൂടുതൽ സമയ സ്വാതന്ത്ര്യം കണ്ടെത്തുന്നു. അതായത്, സ്വതന്ത്രമാക്കപ്പെടുന്ന സമയം കൂടുതൽ ശക്തമായ ധനസൃഷ്ടിക്കായി ഉപയോഗിക്കാവുന്നതാണ്. ഈ അധ്യായം ഒരു ക്ലാസിക് ബിസിനസ് മാർഗരേഖ മാത്രമല്ല, ഒരു ദൃഷ്ടികോണം മാറ്റത്തിന്റെ പ്രതിനിധാനവുമാണ്. സമ്പത്തിലേക്ക് പോകുന്ന ചുരുങ്ങിയ പാത തിരിച്ചറിയാനുള്ള വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ ഇതിലൂടെ ഡിമാർക്കോ നൽകുന്നു.
10-ാം അധ്യായമായ യു വെൽത്തി യു ജസ്റ്റ് ഡോണ്ട് നോ ഇറ്റ് ജീവിതത്തിലെയും ധനസമ്പാദനത്തിലെയും സംവേദനാത്മകമായ സമീപനത്തെക്കുറിച്ച് ധാരാളം ചിന്തകൾ പങ്കുവയ്ക്കുന്നു. ധനസമ്പാദനം നിങ്ങൾക്കുള്ള ചില പ്രത്യേക നിഷ്കർമ്മതയോ അല്ലെങ്കിൽ സ്വപ്നങ്ങൾ വേഗത്തിൽ നേടിയെടുക്കാനുള്ള ചില നഷ്ടകര മാർഗങ്ങളോ എന്ന് അദ്ദേഹം വിശ്വാസവാൻ ചൂണ്ടിക്കാട്ടുന്നില്ല. പകരം ഈ അധ്യായം വ്യക്തിയുടെ സമ്പത്ത് അവൻ അറിയാതെ തന്നെ മറ്റു രൂപങ്ങളിൽ കൈവശം വച്ചിരിക്കുന്നതിനെക്കുറിച്ചാണ് വെളിപ്പെടുത്തുന്നത്. ഡെമാർക്കോയുടെ ദൃഷ്ടികോണത്തിൽ സമ്പത്ത് ഒരു സംയുക്ത ഘടകമാണ്. ഇത് നിങ്ങളുടെ കാലം, ആരോഗ്യം, ജീവിതാനുഭവങ്ങൾ, കഴിവുകൾ തുടങ്ങിയവയെല്ലാം ഉൾപ്പെടുത്തുന്നു. നിങ്ങളുടെ ജീവിത സമ്പത്തിനെ സംരക്ഷിക്കുകയും അതിനെ നശിപ്പിക്കാതെ വിലയിരുത്തുകയും ചെയ്യുക ധനിക ജീവിതത്തിലേക്കുള്ള ഒരു പ്രധാന പടിയായി പരിഗണിക്കുന്നു. നമ്മുടെ പണവും സമയം നിയന്ത്രിതമായ മൂലധനങ്ങളാണ്, അതിനാൽ ഇവ നശിപ്പിക്കാതെ നല്ലതുപോലെ ഉപയോഗപ്പെടുത്തുന്നത് നിർണായകമാണെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. നിങ്ങളുടെ സമയം ചില്ലറ കാര്യങ്ങളിൽ പാഴാക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ദീർഘകാല ഗുണം നൽകാത്ത കാര്യങ്ങളിൽ നിക്ഷേപിക്കുന്നത് സമ്പത്തിന്റെ പുനർസംഘടനയിൽ ഒരു പ്രധാന തടസ്സമായി ഡെമാർക്കോ കാണിക്കുന്നു. ജീവിതത്തിൽ വിലയുള്ള ചിന്തകൾ അല്ലെങ്കിൽ അവസരങ്ങൾ തിരിച്ചറിയാൻ എങ്ങനെ പഠിക്കണമെന്ന് അദ്ദേഹം ഉപദേശിക്കുന്നു. നിങ്ങളുടെ ഈ സ്വഭാവ ധനസമ്പത്ത് അല്ലെങ്കിൽ ശക്തിക്കുറവ് വിശകലനം തിരിച്ചറിയുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ വികസനത്തിനുള്ള യഥാർത്ഥ ദിശ നിർണ്ണയിക്കാനാവുക. നമ്മുടെ കഴിവുകൾക്ക് വിപണിയിൽ എത്രമാത്രം ഡിമാൻഡ് ഉണ്ട്, അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സേവനങ്ങൾ സൃഷ്ടിക്കുകയോ പ്രതിഫലങ്ങൾ നേടുകയോ ചെയ്യുമ്പോഴാണ് നമ്മൾ സമ്പത്തിനുള്ള വേഗതാ പാതയിലേക്ക് പ്രവേശിക്കുന്നത്. ജീവിതത്തിൽ സ്വാതന്ത്ര്യവും ജീവിത നിർവഹണ ശേഷിയും ആണ് സാർവത്രിക സമ്പത്തിന്റെ ലക്ഷ്യം. വെൽത്ത് ട്രൈനറി എന്ന ആശയം ഇത് കൂടുതൽ മനസ്സിലാക്കുന്നു. വൈകൽപ്പികത, സ്വാതന്ത്ര്യം, സമയചലനം. ഈ 3 ഘടകങ്ങളിലൂടെ വ്യക്തി തന്റെ മുഴുവൻ ജീവിതം നിയന്ത്രിക്കാൻ കഴിയും. ചിന്താഗതിയെ ഉപഭോക്താവിന്റെ ഗൂഢ്മത്തിൽ നിന്ന് മാറ്റുക എന്നതാണ് എം.ജെ. ഡെമാർക്കോയുടെ പ്രശസ്ത കൃതിയായ ദ മില്യനെയർ ഫാസ്റ്റ് ലൈൻ എന്ന ഗ്രന്ഥത്തിന്റെ 11-ാം അധ്യായത്തിൽ സംസാരിക്കുന്ന പ്രധാന ആശയം. ഈ അധ്യായത്തിൽ മില്യണർ എന്ന ലക്ഷ്യം കൈവരിക്കാൻ ഒരാളുടെ ധനസമ്പത്ത് ഉത്പാദിപ്പിക്കുന്ന രീതിയും അവനവന്റെ സാമ്പത്തിക ചിന്താഗതിയും പൂർണ്ണമായും മാറ്റുന്നതിന്റെ ആവശ്യകതയെ എടുത്തുകാണിക്കുന്നു. ഉപഭോക്താവ് എന്ന നിലയിൽ ചിന്തിക്കുന്ന ആളുകൾ സാധാരണയായി അവരുടെ പണം ചെലവഴിക്കുന്നതിൽ മാത്രമല്ല സമയവും മനുഷ്യശേഷിയും ഒരു ഉപഭോഗശീലമായി ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന്, മഹത്തായ ഫാൻസി വസ്ത്രങ്ങൾ വാങ്ങുക, നൂതന സാങ്കേതിക ഉപകരണങ്ങൾക്ക് പണമിടുക അല്ലെങ്കിൽ വലിയ വീടുകൾക്കായി കടപ്പാട് എടുക്കുക. ഇതൊന്നും സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാനുള്ള വഴിയല്ല. പകരം ദീർഘകാലത്തേക്ക് വരുമാന സ്രോതസ്സുകൾ ഉണ്ടാക്കുന്നതിൽ ഊന്നൽ നൽകണമെന്നും ഡെമാർക്കോ നിർദ്ദേശിക്കുന്നു. ഏകദേശം എല്ലാ ഉപഭോക്താക്കളും ജീവനോപാധി എന്ന രീതിയിലൂടെയാണ് ജീവിക്കുന്നത്. ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഘടകങ്ങളിലൊന്നാണ്. ആജീവനാന്ത വരുമാനത്തിന് തുടർച്ചയുള്ള ഒരു വ്യവസ്ഥ സൃഷ്ടിക്കാൻ ശ്രമിക്കുക എന്നതാണ് ഫിലോസഫി. ഈ ഉപദേശങ്ങൾ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നുള്ള വ്യത്യസ്തമായ ചിന്താഗതിയുടെ മാതൃകയാണ്. പണം ഉപയോഗിക്കുന്നതിനേക്കാൾ അതിനെ ഉൽപ്പാദിപ്പിക്കുന്നതിന് പ്രാധാന്യം നൽകുക. അത് ഒരു പണമുണ്ടാക്കുന്ന സംവിധാനം സൃഷ്ടിക്കുക വഴി മാത്രമേ സാധ്യമാകൂ. ഡെമാർക്കോ സൃഷ്ടിശീലത്തേക്കും സമ്പർക്കത്തേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഉപദേശിക്കുന്നു. പണസമ്പാദനത്തിനും അവൻ നിർദ്ദേശിക്കുന്ന വേഗപാത വഴിയിലേക്ക് പ്രവേശിക്കുന്നതിനും നിങ്ങളുടെ സാധനങ്ങൾ ഉപയോഗിക്കുന്നവരായി തുടരുക മാത്രമല്ല, നിങ്ങൾ വിപണി പൂരിപ്പിക്കുന്ന ഒരു ഉൽപ്പാദനക്കാരനായി മാറേണ്ടതുണ്ട്. ഈ അധ്യായത്തിൽ എം.ജെ. ഡെമാർക്കോ പറയുന്നത് ഉപഭോക്തൃമനോഭാവം മാറ്റി സംരംഭകമനോഭാവം സ്വീകരിക്കുക എന്നതാണ് ധനസമ്പാദനത്തിലേക്കുള്ള കുതിപ്പിനുള്ള ചുറ്റുപാടുകൾ. 12 എഫെക്ഷന്റെ നിയമം ഒരു സംരംഭകന്റെ വിജയത്തിനുള്ള അടിസ്ഥാന തത്വങ്ങളിലൊന്നായി മാറുന്നു. എം.ജെ. ഡിമാർക്കോ ഈ നിയമം ബിസിനസിന്റെ വളർച്ചയിലും സംരംഭകത്വത്തിനുള്ള പാതകളിലും എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് വിശദീകരിക്കുന്നു. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ വലിയ സാമ്പത്തിക വിജയങ്ങൾ നേടാൻ നിങ്ങൾ വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കുകയോ വലിയ പ്രേക്ഷക സമുദായങ്ങളെ സ്വാധീനിക്കുകയോ വേണം. ഇതാണ് അഫെക്ഷൻ എന്ന ആശയം. ഡിമാർക്കോ വ്യത്യസ്ത ആഡംബര വരുമാന മാർഗങ്ങൾ വിശദീകരിക്കുന്നു. ഇൻഡസ്ട്രി, സ്കെയിൽ, ലൈഫ്, യൂസ്ഫുൾനെസ്, വാല്യൂമെ തുടങ്ങിയ ഘടകങ്ങൾക്കിടയിലുള്ള ബന്ധവും അവയുടെ പ്രാധാന്യവും വ്യക്തമായി സമർപ്പിക്കുന്നു. വിജയകരമായ സംരംഭങ്ങൾ സൃഷ്ടിക്കാൻ എങ്ങനെ വലിയ പ്രേക്ഷകരെ ഉൾക്കൊള്ളുന്ന ഒരു മാർഗം കണ്ടെത്താം എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. മികച്ചമായി ആലോചിച്ചാൽ ഈ നിയമം ഒരു വ്യക്തിയുടെ ശ്രമം സാധാരണ ബിസിനസ്സുകളെ വലുതായി മാറ്റുന്നു. ചെറിയ സംരംഭങ്ങളിൽ നിന്ന് വലിയതായ വിപണിയിൽ എത്താൻ സഹായിക്കുന്നതാണ് ഈ നിയമത്തിന്റെ ശക്തി. ഡിമാർക്കോ പറയുന്നു, നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ ആഗ്രഹിക്കുന്നതിലേക്കും നിങ്ങളുടെ സേവനങ്ങളിൽ നിന്നും മറ്റുള്ളവർക്ക് ലഭിക്കുന്ന ഗുണങ്ങളിലേക്കും വിനിയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ സാമ്പത്തിക നേട്ടങ്ങൾ നേടാൻ കഴിയും. അധ്യായത്തിൽ നിന്നും ഒരു പ്രധാന പാഠം, നിങ്ങളുടെ ഉൽപ്പന്നം അല്ലെങ്കിൽ സേവനം എത്രയധികം ജീവിതങ്ങളെ മാറ്റിമറിക്കുന്നു, അത്രയും കൂടുതലായാണ് നിങ്ങളുടെ സമ്പത്ത് വർദ്ധിക്കുന്നത്.
ഈ നിയമം ഒരു സംരംഭകന്റെ ദീർഘകാല സാമ്പത്തിക ലക്ഷ്യങ്ങളെ ക്രമീകരിക്കാൻ സഹായിക്കുന്നു. ഈ ചിന്തകൾ സംരംഭകത്വത്തെ പുതിയ ദിശകളിലേക്ക് നയിക്കുകയും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ദ മില്യനെയർ ഫാസ്റ്റ് ലൈൻ എന്ന എം.ജെ. ഡിമാർക്കോയുടെ പുസ്തകത്തിലെ ചാപ്റ്റർ 13 ദ കമാൻഡ്മെന്റ് ഓഫ് നീഡ് ആവശ്യത്തിനുള്ള കൽപ്പന എന്ന അധ്യായം വായനക്കാരനു ധനസമ്പാദനത്തിന്റെ താളത്തിലേക്കുള്ള ഒരു നിർണായക ഘടകത്തെക്കുറിച്ച് വിശദമായി പഠിപ്പിക്കുന്നു. ഈ അധ്യായത്തിന്റെ പ്രാധാന്യം ധനസമ്പാദനത്തിന് വേണ്ട അടിസ്ഥാന ചിന്താഗതിയും ക്രിയാത്മക മാർഗങ്ങളും പങ്കുവയ്ക്കുന്നതിലാണെന്ന് പറയാം. ആവശ്യത്തിനുള്ള കൽപ്പന നമ്മുടെയുടെ ഉൽപ്പന്നം അല്ലെങ്കിൽ സേവനം മാർക്കറ്റിൽ ഒരു യഥാർത്ഥ പ്രശ്നം പരിഹരിക്കുന്നതാണോ എന്ന സംശയത്തിനുള്ള മറുപടിയാണ്. വിജയകരമായ ബിസിനസ് മാർക്ക് ശീലം ഒരു വ്യക്തിയുടെ സ്വയം തൃപ്തീകരണം അല്ലെങ്കിൽ ഉപേക്ഷയായ ആഗ്രഹങ്ങൾ അടിസ്ഥാനമാക്കിയുള്ളതല്ല, മറിച്ച് മറ്റു വ്യക്തികളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതാണ്. അതായത്, ധനസമ്പാദനത്തിന്റെ ഫാസ്റ്റ് ലൈനിലേക്ക് കടക്കാൻ ആവശ്യമാണ് വേവലാതിയുള്ള ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ പറ്റിയ ഉൽപ്പന്നം അല്ലെങ്കിൽ സേവനം. ഡിമാർക്കോ പറയുന്നതനുസരിച്ച് മാർക്കറ്റിലെ ആവശ്യം തിരിച്ചറിയുക, അത് എന്തിൻ്റേതാണെന്ന് മനസ്സിലാക്കുക, പിന്നീടത് എങ്ങനെ അതിവേഗത്തിൽ പരിഹരിക്കാം എന്ന് കണ്ടുപിടിക്കുക എന്നതാണ് പ്രാഥമിക ലക്ഷ്യം. ഒരു ഉൽപ്പന്നം അല്ലെങ്കിൽ സേവനം വിജയകരമാകണമെങ്കിൽ അതിന് ഒരുപാട് ആളുകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണം. ആവശ്യത്തിനായി പ്രവർത്തിക്കുമ്പോൾ സംരംഭകന്റെ ശ്രദ്ധ തീർച്ചയായും ഉപഭോക്താവിന് നേരെ സുതാര്യമാകണം. ഇതിനായി ഡിമാർക്കോ ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉയർത്തുന്നു. 1. നിങ്ങളുടെ ഉൽപ്പന്നം അല്ലെങ്കിൽ സേവനം ഒരു പ്രത്യേക പ്രശ്നം പരിഹരിക്കുന്നുണ്ടോ? 2. ഇത് ഉപഭോക്താവിന്റെ ജീവിതം എങ്ങനെ മെച്ചപ്പെടുത്തുന്നു? 3. ഇതിനുള്ള ആവശ്യകത എത്രത്തോളം ശക്തമാണ്? അധികം ആളുകൾ അവരുടെ ബിസിനസ് ആശയങ്ങൾ അവർ ആഗ്രഹിക്കുന്നതിൽ കേന്ദ്രീകരിക്കുന്നുവെങ്കിലും ഉപഭോക്താവിന്റെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുന്നത് ആണ് വിജയത്തിന്റെ ഗുണചിഹ്നം. ഡിമാർക്കോ ഈ അധ്യായത്തിൽ ആവശ്യത്തിനുള്ള കൽപ്പനയെ ബിസിനസ് വിജയത്തിന്റെ ഒരു നിഷ്കർഷിത ഘടകമായി വിശകലനം ചെയ്യുന്നു. ആവശ്യത്തിനുള്ള കൽപ്പന നമുക്ക് പുത്തൻ മാർഗങ്ങൾ തുറക്കുന്നു, ഉപഭോക്താക്കളുടെ പ്രശ്നങ്ങൾ നന്നായി മനസ്സിലാക്കാനും ഒരു നൂതന പരിഹാരം നൽകാനും സഹായിക്കുന്നു. ചാപ്റ്റർ 14 ദ കമാൻഡ്മെന്റ് ഓഫ് എൻട്രി എന്നത് എം.ജെ. ഡിമാർക്കോയുടെ ദ മില്യനെയർ ഫാസ്റ്റ് ലൈൻ എന്ന പുസ്തകത്തിലെ നിർണായക അധ്യായങ്ങളിലൊന്നാണ്. ഇത് വ്യക്തമായുള്ള ഒരു ധനസമ്പാദന തന്ത്രം അവതരിപ്പിക്കുന്നു, പ്രത്യേകിച്ച് വിജയകരമായ സംരംഭകരും ബിസിനസ് മോഡലുകളും എങ്ങനെ രൂപപ്പെടുത്താമെന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ. കമാൻഡ്മെന്റ് ഓഫ് എൻട്രി എന്ന ആശയം ഒരു ബിസിനസ് വിപണി പ്രവേശനത്തിന് നൽകിയിരിക്കുന്ന സങ്കല്പമാണ്. അതായത്, നിങ്ങളുടെ ബിസിനസ് മറ്റുള്ളവയേക്കാൾ എളുപ്പത്തിൽ നക്കിക്കേറിയേക്കാവുന്ന തരത്തിൽ രൂപപ്പെടുത്തുകയെന്നതിന്റെ പ്രാധാന്യം ഈ അധ്യായത്തിൽ ഡിമാർക്കോ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, എളുപ്പത്തിൽ അനുകരിക്കാൻ കഴിയുന്ന ബിസിനസ് മോഡലുകൾ തികഞ്ഞ വിജയം നൽകാൻ സാധ്യമല്ല എന്നതാണ്. എന്ന പദം ഉപയോഗിച്ച് നിങ്ങൾക്ക് എളുപ്പത്തിൽ തുടങ്ങാനും മറ്റുള്ളവർക്കും അതേ രീതിയിലൂടെ കടന്നു വരാനാവുന്ന സാഹചര്യങ്ങൾ ഈ രീതിയുടെ പോരായ്മകൾ കാട്ടുന്നു. ഉദാഹരണത്തിന്, നിങ്ങളുടെ കഴിവുകൾ അല്ലെങ്കിൽ പ്രത്യേകമായി ചെയ്യാൻ കഴിയുന്ന കഴിവുകൾ ഇല്ലാതെ ഒരു മേഖലയിൽ നിങ്ങൾ പ്രവേശിക്കുമ്പോൾ നിങ്ങൾ എതിരാളികളുമായി മത്സരിക്കുന്നതിന് പ്രയാസം അനുഭവപ്പെടും. സാധാരണ ബിസിനസ് ഐഡിയാസുകൾ മറ്റുള്ളവർക്കും അനായാസം പകർത്താൻ കഴിയുമ്പോൾ മത്സരം കൂടുതൽ കൂടുകയും മാർജിൻ കുറയുകയും ചെയ്യും. വിജയകരമായ സംരംഭകർ ഉള്ള ബിസിനസ്സുകൾ തിരഞ്ഞെടുക്കുന്നു. അതായത്, ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ ആവശ്യമായ ചില പ്രത്യേക കഴിവുകൾ, നൈപുണ്യങ്ങൾ അല്ലെങ്കിൽ വൻതോതിലുള്ള മൂലധന നിക്ഷേപം വേണമെങ്കിൽ മാത്രമേ ഇതിൽ പ്രവേശിക്കാനാകൂ. ഡിമാർക്കോ ഭാവനാപരമായും സാങ്കേതികപരമായും ഏറ്റവും ശക്തമായത് നിങ്ങളുടെ ബിസിനസ് ഐഡിയ അനവധ്യമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് തക്കവണ്ണം രൂപപ്പെടുത്തുക എന്നതാണ്. എന്നാൽ ഈ പ്രശ്നങ്ങൾ അനുകരിക്കാൻ മറ്റു മത്സരകരിൽ നിന്നും നിങ്ങൾക്ക് മുൻഗണന നൽകുന്ന തരത്തിൽ വേണം. ഉദാഹരണത്തിന്, ഒരു വ്യക്തിഗത ബ്രാൻഡിന്റെ രൂപീകരണം, പാറ്റന്റുള്ള ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ പ്രാപ്തിയുള്ള ടെക്നോളജികൾ എന്നിവയിലൂടെ അതിനെ സിദ്ധീകരിക്കാൻ കഴിയും. ചാപ്റ്റർ 15 ദ കമാൻഡ്മെന്റ് ഓഫ് കൺട്രോൾ ഒരു മികച്ച സംരംഭകന്റെ വിജയത്തിന്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങളെ വിശദീകരിക്കുന്നതാണ്. ഈ അധ്യായത്തിൽ ഡിമാർക്കോ നിങ്ങളുടെ ബിസിനസ്സിൽ നിയന്ത്രണശേഷി കൈവശം വെക്കുക എന്ന സന്ദേശത്തെ ശക്തമായി പ്രോത്സാഹിപ്പിക്കുന്നു. സംരംഭകരുടെ പലപ്പോഴും കാണുന്ന ഒരു വലിയ പിഴവാണ് സ്വന്തം ബിസിനസ്സിന്റെ നിയന്ത്രണം മറ്റൊരാളുടെ കൈകളിൽ വിട്ടുകൊടുക്കുക. ഡിമാർക്കോ അഭിപ്രായപ്പെടുന്നത് പ്രകാരം, നിങ്ങൾ ഒരു ബിസിനസ്സിന്റെ ഉടമയായിരുന്നാലും ആ ബിസിനസ്സിന്റെ ആധാരപരമായ ഘടകങ്ങളെ നിയന്ത്രിക്കാനുള്ള ശേഷിയില്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന ധനസമൃദ്ധി ശാശ്വതമായിരിക്കില്ല. ഉദാഹരണത്തിന്, ഒരു സംരംഭകന്റെ പ്രധാന വരുമാന സ്രോതസ്സായ ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ചാനൽ മറ്റൊരാളുടെ നിയന്ത്രണത്തിലാണ് എങ്കിൽ അത് അവരുടെ നിർണയങ്ങൾക്കനുസരിച്ചായിരിക്കും പ്രവർത്തനങ്ങളായിരിക്കുക. ഈ അധ്യായത്തിൽ അദ്ദേഹം 4 പ്രധാന ഘടകങ്ങളെ ചർച്ച ചെയ്യുന്നു. 1. ഉൽപ്പന്ന നിർമ്മിതിയിൽ നിയന്ത്രണം.
നിങ്ങളുടെ ഉൽപ്പന്നം അല്ലെങ്കിൽ സേവനം നിങ്ങളുടെ സൃഷ്ടിയാണ് എന്ന് ഉറപ്പാക്കുക. മറ്റൊരാളുടെ ആശയത്തെ പൂർണ്ണമായും ആശ്രയിച്ചാൽ നിങ്ങളെ അവരുടെ തീരുമാനം ബാധിക്കും. 2. വിതരണത്തിലെ നിയന്ത്രണം. നിങ്ങളുടെ ഉൽപ്പന്നം ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്ന മാർഗങ്ങൾ നിങ്ങൾ നിയന്ത്രണം വേണം. മറ്റൊരു ഡീലറുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് അല്ല, നിങ്ങളുടെ വിധികളും ആലോചനകളും നിർണായകമാകണം. 3. പൈസയുടെ നിയന്ത്രണം. നിങ്ങളുടെ വരുമാന സ്രോതസ്സിൽ സ്വയം നിർണയശേഷി വേണം. നിങ്ങളുടെ വരുമാനം മൂന്നാം കക്ഷികളിൽ നിന്നുള്ള കമ്മീഷനുകളിൽ മാത്രം ആശ്രയിച്ചാൽ അത് നിലനിൽപ്പിന് അപകടകാരിയാകും. 4. മാർക്കറ്റിംഗ് നിയന്ത്രണം. ഉപഭോക്താക്കളെ ആകർഷിക്കാൻ ഉപയോഗിക്കുന്ന മാർക്കറ്റിംഗ് മാർഗങ്ങൾ നിങ്ങളുടെ കൈകളിൽ ആകണം. ഡി മാർക്കോ പറയുന്നത് സ്പഷ്ടമാണ്: ഒരു സംരംഭകനായി നിങ്ങളുടെ ബിസിനസിന്റെ അടിത്തറ ഘടകങ്ങളിലെ നിയന്ത്രണ പരാജയം നിങ്ങളുടെ പണമിടപാട് യാത്രയെ അപകടത്തിലാക്കും. 16-ാം അധ്യായം സ്കെയിലിന്റെ കമാൻഡ്മെന്റ് വളരെ പ്രധാനപ്പെട്ട ആശയങ്ങളെ ചർച്ച ചെയ്യുന്നു. ഈ അധ്യായത്തിൽ സാമ്പത്തിക സ്വാതന്ത്ര്യവും സുസ്ഥിരമായ സമ്പത്ത് നിർമ്മിക്കുന്നതിലും സ്കെയിലിന്റെ ആശയം എങ്ങനെ നിർണായകമാണെന്ന് വിശദീകരിക്കുന്നു. സ്കെയിലിന്റെ കമാൻഡ്മെന്റ് എന്നത് എന്താണ്? ഇത് ഒരു ബിസിനസ് ആശയം മാത്രമല്ല, നിങ്ങളുടെ ബിസിനസ്സിന് സാധ്യമായ പരിധിയിൽ പ്രവർത്തനവും വരുമാനവും വ്യാപിപ്പിക്കാൻ ആവശ്യമായ ചിന്താഗതി കൂടിയാണ്. എഴുത്തുകാരൻ പറയുന്നു, സ്വാതന്ത്ര്യവും സമ്പത്തും നേടണമെങ്കിൽ നിങ്ങളുടെ ആശയങ്ങൾ ഒരു വലിയ ജനസംഖ്യയെ ബാധിക്കണം. ചെറിയ ഗുണഭോക്തൃ സമൂഹം അല്ലെങ്കിൽ തദ്ദേശീയ ഇടപാടുകൾ മാത്രമായി ഒതുങ്ങുന്ന ബിസിനസ്സുകൾക്ക് വൻ സാമ്പത്തിക വളർച്ച പ്രാപ്യമല്ല. സ്കെയിലിന്റെ പ്രധാന തത്വങ്ങൾ. 1. പ്രാപ്യതയും സ്വാധീനവും. നിങ്ങളുടെ ഉൽപ്പന്നം അല്ലെങ്കിൽ സേവനം ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തണം. ഒരു വലിയ ജനസംഖ്യയിലേക്ക് സ്വാധീനം ചെലുത്താൻ കഴിയാത്ത ഉൽപ്പന്നങ്ങൾ സാമ്പത്തികമായി പരിധിയുള്ളവയായിരിക്കും. 2. ടെക്നോളജിയുടെ പ്രയോജനം. ഇന്റർനെറ്റ്, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നിവയുടെ പ്രയോജനമെടുക്കുന്നത് സ്കെയിലിന്റെ കമാൻഡ്മെന്റ് പാലിക്കാനുള്ള പ്രധാന മാർഗമാണ്. 3. വിതരണം. വിൽപ്പനയുടെ സ്ഥലീയ പരിധി ഇല്ലാതാക്കുക. ഒരു മികച്ച വിതരണ ശൃംഖല ഉപയോഗിച്ച് ലോകമെമ്പാടുമുള്ള ഉപഭോക്താക്കളെ എങ്ങനെ കൈവരിക്കാമെന്നതിനെക്കുറിച്ചാണ് ഈ ചിന്ത. ചെറിയ ബിസിനസ്സുകളും വൻകിട സംരംഭങ്ങളും, ഏറെ ചെറിയതോ ഭൗമശാസ്ത്രപരമായി സീമിതമായ ബിസിനസ്സുകൾ വൻ സാമ്പത്തിക വളർച്ച കൈവരിക്കാൻ പ്രയാസമാണ്. ജെ. ഡി മാർക്കോ ഉദ്ദേശിക്കുന്നത് കൂടുതൽ വിപുലമായ മാർക്കറ്റുകൾ ലക്ഷ്യമിടുക, ഉയർന്ന ഗുണഭോക്തൃ പാറ്റേൺ ഉള്ള പ്രോജക്റ്റുകൾക്ക് മുൻഗണന നൽകുക എന്നതാണ്. മൊത്തം ആശയം. സ്കെയിലിന്റെ കമാൻഡ്മെന്റ് മാർഗനിർദ്ദേശം അവകാശപ്പെടുന്നത് നിങ്ങളുടെ സംഭവം എത്ര ആളുകളെ ബാധിക്കുന്നു, അവരിൽ എത്ര പേർക്കാണത് മൂല്യമുള്ളതായി തോന്നുന്നത് എന്നിവ അടിസ്ഥാനമാക്കി വിജയവും സമ്പത്തും നിർണ്ണയിക്കപ്പെടുമെന്നതാണ്. ചാപ്റ്റർ 17 സമയം എന്ന കൽപ്പന എന്ന അധ്യായത്തിൽ ജെ. ഡെമാർക്കോ സമയം ഒരു മൂല്യവത്തായ സമ്പത്ത് എന്ന നിലയിൽ അവതരിപ്പിക്കുന്നു. ദ മില്യനെയർ ഫാസ്റ്റ് ലെയ്ൻ പുസ്തകത്തിന്റെ ഈ ഭാഗം വ്യക്തികളെയും സംഭവരെയും അവരുടെ സമയത്തെ പണത്തേക്കാൾ കൂടുതലായി വിലമതിക്കാൻ പ്രേരിപ്പിക്കുന്നു. സമയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നത് വിജയകരമായ ജീവിതത്തിന്റെ അടിസ്ഥാനം ആകുന്നു. ഡെമാർക്കോ ഒരു വ്യക്തി നേരിടുന്ന ഏറ്റവും വലിയ നിക്ഷേപം സമയം തന്നെയാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. കാരണം സമയം അവസാനിതമായ ഒരു വിഭവമാണ്. പണം നഷ്ടപ്പെട്ടാൽ അത് തിരികെ നേടാനാവും, പക്ഷേ സമയം നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചുപിടിക്കാൻ കഴിയില്ല. ഇതാണ് സമയം പണത്തിനേക്കാളും വിലമതിക്കപ്പെടേണ്ടതിന്റെ പ്രധാന കാരണവും. ഡെമാർക്കോ സമയം മാനേജ്മെന്റിന്റെ മൂലഘടകങ്ങളെ വിശദീകരിക്കുമ്പോൾ സ്ലോ ലൈൻ ജീവിതരീതി എങ്ങനെ സമയത്തെ പാഴാക്കുന്നതിന് കാരണമാകുന്നു എന്നതിൽ അദ്ദേഹം കൂടുതൽ ദൃഷ്ട്യർപ്പമിടുന്നു. ട്രഡീഷണൽ 9 കുറയ്ക്കുക 5 ജോലി രീതിയിലൂടെ സമയം പണമായി മാറ്റാനുള്ള ശ്രമങ്ങൾ വളരെ നാളുകൾ ബലഹീനമാകുന്നു. എന്നാൽ ഫാസ്റ്റ് ലൈൻ മാർഗം ഉപയോഗിച്ച് സമയം എങ്ങനെ ബുദ്ധിപൂർവ്വം വിനിയോഗിക്കാം എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. തുടർന്ന് സമയം എങ്ങനെ പാസീവ് വരുമാനത്തിലേക്ക് നയിക്കുന്ന സംവിധാനങ്ങളിലേക്ക് നിക്ഷേപിക്കാം എന്ന് ഡെമാർക്കോ വിശദമാക്കുന്നു. എന്റർപ്രണർഷിപ്പ്, സ്കെയിലബിൾ ബിസിനസ് മോഡലുകൾ, ഓട്ടോമേഷൻ, അറ്റ്ലാന്റിക് വരുമാന സ്രോതസ് എന്നിവയിലൂടെ സമയം വിനിമയമല്ലാതെ മൂല്യവത്തായൊരു സമ്പത്താക്കി മാറ്റാനാകുമെന്ന് അദ്ദേഹം പറയുന്നു. സമയത്തെ പ്രതിഫല സ്രോതസ്സുകളിലേക്ക് നയിക്കുമ്പോൾ നിങ്ങളുടെ സ്വാതന്ത്ര്യം വളരുന്നു. പാരമ്പര്യ 9 കുറയ്ക്കുക 5 മോഡൽ പിരിയുന്നു, അവസരങ്ങൾ അനന്തമാകുന്നു. ഡെമാർക്കോയുടെ സന്ദേശം വ്യക്തമായാണ്: നിങ്ങളുടെ സമയത്തെ സംരക്ഷിക്കുക നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെയും സമ്പത്തിന്റെയും സൃഷ്ടിയിലേക്കുള്ള വഴിയാണ്. 18-ാം അധ്യായം നിങ്ങളുടെ സമ്പത്തിനായുള്ള വാഹനം സവിശേഷ പ്രാധാന്യമുള്ളതാണ്. ഇത് വ്യക്തിയെ ധനസമൃദ്ധിയിലേക്ക് നയിക്കുന്ന വഴികളും അതിലേക്കുള്ള ശരിയായ സമീപനവും വിശദീകരിക്കുന്നു. ഈ അധ്യായത്തിൽ ഡെമാർക്കോ സമ്പത്ത് സൃഷ്ടിക്കാൻ വേണ്ട കൃത്യമായ വാഹനം കണ്ടെത്തുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് സംസാരിക്കുന്നു.
സമ്പത്ത് സൃഷ്ടിക്കാനായി നിങ്ങൾ പണം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വ്യവസ്ഥിതിയും ആവിഷ്കാരവും ഉണ്ടാക്കണം. അതായത് പാസീവ് ഇൻകം സൃഷ്ടിക്കാനുള്ള വ്യവസ്ഥിതികൾ സൃഷ്ടിക്കപ്പെടണം. സമ്പത്തിന്റെ മാർഗം ഒരിക്കലും ഒരൊറ്റ ജോലിയും ആവശ്യമുള്ള 9 കുറയ്ക്കുക 5 സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിരുന്നില്ലെന്നും അത് വ്യക്തിയുടെ ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ അല്ലെങ്കിൽ ബിസിനസ് വഴിയാണ് സാധ്യമാകുന്നതെന്നും അദ്ദേഹം വിശദീകരിക്കുന്നു. ഡെമാർക്കോ സമ്പത്തിന്റെ മൂലധാരകളെ 4 അടിസ്ഥാന ഘടകങ്ങളായി വേർതിരിക്കുന്നു: വലുപ്പം, ഓട്ടോമേഷൻ, പുനരാവർത്തന ഉൽപ്പന്നങ്ങൾ, സ്കെയിലബിൾ മാർഗങ്ങൾ. ഒരു മികച്ച സംരംഭം വ്യക്തിയെ മൂടിപ്പിടിച്ചിരിക്കുന്ന ഈ സ്ലോ ലെയിൻ ജീവിതത്തിൽ നിന്നും മോചിപ്പിച്ച് ധനസമ്പത്തിനുള്ള വേഗതയുള്ള മാർഗത്തിലേക്ക് നയിക്കുന്നു. ഒരു ഉപയോക്തൃ ആവശ്യത്തെ കണ്ടെത്തി അതിന് ഏകോപിതമായ ഒരു പരിഹാരം നൽകുകയും അത് വലിയ സ്കെയിലിൽ വിപുലീകരിക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാന മാർഗരേഖ. ഡെമാർക്കോ കൃത്യമായി വ്യക്തമാക്കുന്നത് വെറും ബിസിനസ് ആരംഭിക്കുന്നതോ ഒരു ആപ്ലിക്കേഷൻ വികസിപ്പിക്കുന്നതോ കൊണ്ട് മാത്രം സമ്പത്ത് ഉണ്ടാകില്ല, മറിച്ച് ഇത് ഉപയോക്താക്കളുടെ പ്രശ്നങ്ങൾ എത്രത്തോളം ഉൽപ്പന്നം പരിഹരിക്കുന്നുവെന്ന് ആശ്രയിച്ചിരിക്കുന്നു. ഇതിൽ അതിവേഗം സമ്പത്ത് സൃഷ്ടിക്കുന്നതിന് ടെക്നോളജിയും ഇന്റർനെറ്റും പ്രയോജനപ്പെടുത്തുന്ന പ്രാധാന്യവും ഇതിനുള്ള മികച്ച സമീപനങ്ങൾക്കായുള്ള മാർഗരേഖകളും ഉൾക്കൊള്ളുന്നു. ഇതുപോലെയുള്ള സ്കെയിലബിൾ മാർഗങ്ങൾ ഓരോ വ്യക്തിയെയും ധനസമൃദ്ധിയുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നു. ഡെമാർക്കോയുടെ ആശയം ഈ ജീവിതത്തിൽ സൗകര്യവും സമ്പത്തിനും വേഗതയും ഉണ്ടാക്കുക എന്നതിൽ കേന്ദ്രീകൃതമാണ്. ഈ അധ്യായം വ്യക്തിയുടെ ധനസമൃദ്ധിക്ക് ശക്തമായ ഒരു പ്രേരണയാണ്. ജെ. ഡിമാർക്കോയുടെ ദി മില്ലിയനെയർ ഫാസ്റ്റ് ലെയ്ൻ എന്ന പുസ്തകം ധനസമ്പാദനത്തിന്റെ പരമ്പരാഗത വഴികളെ ചോദ്യം ചെയ്ത് സമ്പത്തിലേക്ക് എത്താനുള്ള വ്യത്യസ്തമായ ഒരു പാത പ്രദർശിപ്പിക്കുന്നു. ഈ പുസ്തകത്തിന്റെ പ്രധാനമായ സന്ദേശം എളുപ്പത്തിൽ നന്നായി ലഭിക്കും. സമ്പത്തിലേക്ക് സാധാരണ സ്ലോ ലെയ്ൻ മന്ദഗതിയിലുള്ള പാത അല്ല, മറിച്ച് ഫാസ്റ്റ് ലെയ്ൻ ദ്രുതഗതിയിലുള്ള പാത അതായിരിക്കണം. ഡിമാർക്കോ വിശ്വസിക്കുന്നത് സമ്പന്നത വളരെയധികം സമയത്തിനു ശേഷം വിരമിക്കുന്നതിനായി കാത്തിരിക്കാൻ പാടില്ല എന്നതാണ്. അതിനുപകരം യുവതയിൽ തന്നെ ധനസമ്പാദനത്തിന് പ്രാധാന്യം കൊടുക്കുക, സ്വതന്ത്രമായ ജീവിതത്തിന് മാർഗം തെളിയിക്കുക, ഒപ്പം സാമ്പത്തിക സുരക്ഷ നേടുക എന്നിവയ്ക്ക് പ്രാധാന്യം നൽകേണ്ടതുണ്ട്. ഫാസ്റ്റ് ലെയ്ൻ തത്വചിന്തയിൽ പഴയ സമ്പാദന രീതികൾ, അതായത് സ്ഥിരമായ ജോലിയും ചെറിയ സാമ്പത്തിക ക്രമീകരണവും ബുദ്ധിമുട്ടുള്ള കർശനമായ സമ്പാദന മാർഗങ്ങൾ ഏറെ ഫലപ്രദമല്ലെന്ന് അദ്ദേഹം പറയുന്നു. പകരം അതിവേഗ ധനസൃഷ്ടി മാത്രമേ ജീവിതത്തിന്റെ ഭാവി സ്വപ്നങ്ങൾ നിറവേറ്റാൻ സഹായിക്കുകയുള്ളൂ. ഈ പാതയിൽ പൂർണ്ണ നിയന്ത്രണം കൈവശം വെക്കുക, വിപണിയിൽ വിലമതിക്കപ്പെടുന്ന ഒരു വിലപ്പെട്ട ഉൽപ്പന്നം അല്ലെങ്കിൽ സേവനം നൽകുക, ആത്മാർത്ഥമായ പരിശ്രമം നടത്തുക, അപകടങ്ങളെ ധീരമായി നേരിടുക തുടങ്ങിയവ ആവശ്യമാണ്. ആശ്രയിച്ച് ജീവിക്കരുത്, നിക്ഷേപകരാവുക എന്ന ആശയം അദ്ദേഹം ഏറെ ഊന്നിപ്പറയുന്നു. മൊത്തത്തിൽ ദി മില്ലിയനെയർ ഫാസ്റ്റ് ലെയ്ൻ ആത്മവിശ്വാസവും സാമ്പത്തിക സ്വാതന്ത്ര്യവും നേടാൻ ആഗ്രഹിക്കുന്ന യുവജനങ്ങളുടെയും സംരംഭകരുടെയും വായനയ്ക്ക് ഉതകുന്ന ഒരു പ്രചോദനാത്മക പുസ്തകമാണ്. ഇങ്ങനെ വ്യത്യസ്തമായ സമീപനത്തിലൂടെ ഡിമാർക്കോ വിശ്വസിക്കുന്ന ഒരു സത്യമാണ്: ജീവിതത്തിന്റെ ഏറ്റവും നല്ല നിമിഷങ്ങൾ വൃഥാ പോകരുത്. ഫാസ്റ്റ് ലെയ്ൻ വഴിയിലൂടെ ധനസമ്പാദനവും ജീവിതസന്തോഷവും ഒന്നിച്ചു നേടുക.